പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോൾഡർ ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബോട്ട് നെക്ക് വന്നിട്ട് ഷോൾഡറിൻ്റെ ഒരു പോർഷനിൽ നിന്ന് താഴേക്ക് സ്പ്രെഡ് ചെയ്ത് വരുന്ന ഒരു ഡിസൈനാണ്. ഇത് ഞാൻ വൈറ്റ് കാർബൺ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഔട്ട്ലൈൻ മാത്രമാണ് ട്രേസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ആൻറ്റി ഗോൾഡിൻ്റെ ലോങ് 2 ബീഡ്സ് ഇല്ലേ, അതും എടുത്തിട്ടുണ്ട്. ആൻറ്റി ഗോൾഡിൻ്റെ ഷുഗർ ബീഡ്സും ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ സ്റ്റെമ്മിൻ്റെ പോർഷനിലൂടെയാണ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ നീഡിൽ ഇവിടുന്ന് എടുക്കുവാണ്. എന്നിട്ടൊരു ലോങ് 2 ബീഡ് എടുത്തിട്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി വീണ്ടും കുറച്ച് ഫ്രണ്ടിലായിട്ട് വീണ്ടും നീഡിൽ എടുക്കുക. വീണ്ടും ഒരു 2 ബീഡ് എടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം ബീഡ്സ് നന്നായിട്ട് ലൂസായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ബീഡ്സ് ലൂസായി പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ഓരോ ബീഡും ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബീഡ് വർക്കൊക്കെ ആദ്യമായിട്ട് ചെയ്യാൻ പഠിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിലും ഇങ്ങനത്തെ ഡിസൈൻസിലൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വർക്ക് നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഇതിനകത്ത് ലോങ് 2 ബീഡ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് പോരാം. ഇനി ഇവിടുന്ന് നീഡിൽ എടുക്കുവാണ്. എന്നിട്ട് ഒരു ലോങ് 2 ബീഡ് ഒരു ഷുഗർ ബീഡ് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ബ്രാഞ്ച് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു ബ്രാഞ്ച് ഒരു അറ്റത്തായിട്ടൊരു ചെറിയ ഫ്ലവർ വരുന്ന പോലെയാണ് വരാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇടയ്ക്ക് ഒരു ഷുഗർ ബീഡ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുവാണ്. ഇടയ്ക്ക് നമ്മൾ ലോങ് 2 ബീഡ് മാത്രവും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ വരും, ഇടയ്ക്ക് അറ്റത്തൊരു ഷുഗർ ബീഡ് വരും. ആ ഒരു രീതിയിലാണ് വരുന്നത്.